നല്ല ദഹനക്കേടുണ്ടാവൂലേ? ഞാൻ ഊഹിച്ചു ഈ വിഷുവും ഈസ്റ്ററും ഇങ്ങനെ അടുത്തടുത്ത് വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ഇത് ചിലർക്ക് ഇങ്ങനെ എമ്പക്കം, ചിലർക്ക് കീഴ്വായു, ചിലർക്ക് കീഴ്പ്പെട്ടും മേപ്പെട്ടും പോവില്ല, വയറ് സ്തംഭിച്ച് വീർത്ത് ഇങ്ങനെ നിൽക്കുക, ചിലർക്ക് ലൂസ് മോഷൻ, ചിലർക്ക് നെഞ്ചരിച്ചില്, ചിലർക്ക് പുളിസുകേട്ടില്. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാവണേ? എന്തുകൊണ്ടാണ് അത് വരുത്തി വെച്ചത്? ഇനി ഇതിനുള്ള പരിഹാരങ്ങൾ, ചില പൊടിക്കൈകൾ, ഇത് സാധിച്ചില്ലെങ്കിൽ ചില താൽക്കാലികമായിട്ട് പ്രയോഗിച്ചാവുന്ന ചില ആയുർവേദ ഔഷധങ്ങൾ, അതും ശരിയായില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എല്ലാം വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഒന്നും പേടിക്കണ്ട, നമുക്ക് പരിഹരിക്കാം കേട്ടോ. വീഡിയോ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോ ആരംഭിക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു. ഓക്കെ, വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും മടിക്കണ്ട. ചുരുക്കി പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ആരംഭിക്കാം. അതായത് ഈ വിഷു പ്രമാണിച്ച് കണ്ടമാനം പച്ചക്കറി സദ്യ, അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോഴേക്കും വിശദമായ ഈസ്റ്റർ, അതിൻ്റെ ആഘോഷം, മാംസാഹാരം സമൃദ്ധമായിട്ട്. ഓക്കെ, ഇത് രണ്ടും നിങ്ങളുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ തന്നെ തകരാറിലാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഏമ്പക്കവും നെഞ്ചിരിച്ചിലും പുളിച്ചേടലും ഗ്യാസും വയറിളക്കും ഒക്കെ സംഭവിച്ചേക്കണേ. ഇത് നമുക്ക് എങ്ങനെയൊക്കെ പരിഹരിക്കാം, എന്തൊക്കെ ഇതിൽ സംഭവിക്കണമെന്ന് ആദ്യം പറയാം. അതായത് ഇതെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദഹനശക്തി ശരിക്കും ഉണ്ടാവണം, നല്ല ദഹനശക്തി ഉണ്ടാവണം. ദഹനശക്തി, ഡൈജസ്റ്റീവ് പവർ, അഗ്നിബലം എന്നൊക്കെ പറയുന്നത് പിത്തദോഷമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ പിത്തത്തിന്റെ പ്രവർത്തനം ശരിക്കും നടന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കണ എന്തും ശരിയാവണ്ണം ദഹിച്ച് അത് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യും. അതിന്റെ നല്ല പാർട്ട് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യും, വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യും. ഈ പ്രോസസ്സ് ഭംഗിയായിട്ട് നടന്നോളും. പിത്തം അതിന്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ. എന്നാലോ അതിന് ഒരു അഗ്നിബലം, നമ്മള് അടുപ്പില് ചെറിയൊരു കനലുള്ളപ്പോ അതിനേക്കാൾ വലിയ വലിയ മുട്ടികൾ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കത്തിപ്പിടിക്കില്ലോ എന്ന് പറഞ്ഞ മാതിരി നിങ്ങളുടെ ദഹനശക്തി അറിയാതെ ഒരുപാട് വിഭവസമൃദ്ധമായ സദ്യ ഐറ്റംസ് ഒരുപാടുണ്ട് വെച്ചിട്ട് അതൊക്കെ അങ്ങനെ വെട്ടി വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയാവുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ വയറ് മറന്ന് ഭക്ഷിക്കരുത്. ഓക്കെ, ഒരുപാട് ഐറ്റം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ദഹനശക്തി മനസ്സിലാക്കുക, നിങ്ങളുടെ ആമാശയത്തിൽ കൊള്ളുന്നതിന്റെ ഒരു അളവ് നിങ്ങൾക്കറിയാം. ഓക്കെ, അതിനെ തുല്യമായിട്ട് ഭാഗിച്ച് എല്ലാം കുറേശ്ശെ, ഇഞ്ചിമ്പുളിക്ക് തൊടില്ലേ, അച്ചാറൊക്കെ തൊടില്ലേ, അതുപോലെ എല്ലാം കുറേശ്ശെ അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നം വരില്ല. പക്ഷെ ഈ ഓവർ ഈറ്റിംഗ് ആണ് ഇതിന്റെയൊക്കെ പ്രധാന കാരണം. അമിതമായിട്ട് ഭക്ഷിച്ചു കഴിയുമ്പോൾ എന്താ പറ്റുക? നമ്മുടെ ഈ അഗ്നി കെടും, ദഹനശക്തി ഇല്ലാണ്ടാവും, അപ്പൊ ദഹനം നടക്കില്ല. അപ്പൊ പിന്നെ ഗ്യാസായി, ചിലർക്ക് ലൂസ് മോഷനായി, ചിലർക്ക് ഏമ്പക്കമായി, ചിലർക്ക് പുളിച്ചേട്ടലായി. അതാണ് ഇവിടെ സംഭവിക്കുന്ന കാര്യം. അപ്പൊ പിത്തം ശരിയായിട്ട് പ്രവർത്തിക്കണം, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മുടെ പിത്തത്തിന്റെ, നമ്മുടെ അഗ്നിബലത്തിന് അനുസരിച്ചേ ഭക്ഷിക്കാൻ പാടുള്ളൂ, അത് രണ്ടാമത്തെ കാര്യം. ഓക്കെ, ഇനി നിങ്ങൾക്ക് പച്ചക്കറി, വിഷു സദ്യ കഴിഞ്ഞിട്ട് പച്ചക്കറി കഴിച്ചതിന്റെ ബുദ്ധിമുട്ടുകളായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ റൂട്ട് ട്യൂബേഴ്സ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഭൂമിക്കടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ മിക്കവാറും എല്ലാം, ക്യാരറ്റ് വലിയ കുഴപ്പമില്ല, ക്യാരറ്റ് മാത്രം, ബാക്കി എല്ലാ സംഗതികളും ഭയങ്കരമായിട്ട് വാദം വർദ്ധിപ്പിക്കും, ശരീരത്തിൽ വായുവിനെ വർദ്ധിപ്പിക്കും. വായു വർദ്ധിപ്പിക്കുമ്പോൾ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രോപ്പർട്ടീസ് ഈ പിത്തത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ അഗ്നിക്ക് മാന്ദ്യം വരും, അഗ്നിശക്തി കുറയും. മനസ്സിലായോ? അപ്പോൾ ദഹനം ശരിയാവണ്ണം നടക്കില്ല. അപ്പോൾ നിങ്ങളാണെങ്കിലോ ഈ ധാരാളം കിഴങ്ങും അതുപോലെ തന്നെയാണ് ഈ പരിപ്പ്, കപ്പലണ്ടി, ഗ്രീൻ പീസ്, ഇങ്ങനെ ഗ്യാസ് ഉണ്ടാക്കുന്ന ഇതും വാദം, ശരീരത്തിലെ വായുവിനെ ക്രമാതീതമായിട്ട് വർദ്ധിപ്പിക്കുന്ന സംഗതികളാണ് ഈ പരിപ്പും ഗ്രീൻ പീസും, അതുപോലെ ചേമ്പ്, ചേന, കൊള്ളി, കൂർക്ക, അങ്ങനത്തെ സാധനങ്ങൾ. അപ്പൊ ഇത് ധാരാളമായിട്ട് കഴിച്ചു കഴിയുമ്പോൾ അതൊരു സംഗതി. പിന്നെ അമിതമായ ആശനം, നിങ്ങളുടെ ദഹനശക്തിക്ക് സാധിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഭക്ഷിക്കുക, അത് നടന്നിട്ടുണ്ടാവല്ലോ. ഇതെല്ലാം വെടിപ്പായിട്ട് 2-3 റൗണ്ട് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3-4-5 ഗ്ലാസ് ഒക്കെ ഇപ്പോൾ ഒരു സാധാരണ ആയിരിക്കണം പായസം അല്ലേ? അപ്പൊ പിന്നെ ദഹനശക്തി നഷ്ടപ്പെടാണ്ട് എങ്ങനെ ഇരിക്കുക? അപ്പൊ അതാണ് ഒരു സംഗതി. അപ്പൊ നിങ്ങൾ ഇത്തരം സംഗതികൾ ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ വായു വർദ്ധിച്ചിട്ട് നിങ്ങളുടെ ദഹനക്കേട് വരും, ഭയങ്കരമായ ബ്ലൂട്ടിങ് വരും, ഗ്യാസ് ട്രബിൾ വരും, കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടാവും, ഇതൊക്കെ വരും. അതങ്ങനെ ഇതിനുള്ള പരിഹാരമൊക്കെ വഴിയെ പറയാട്ടോ. ഇനി അടുത്ത് അതിന്റെ പിറ്റേ ദിവസം തന്നെയാണ് ഇത്തവണ ഈസ്റ്റർ. അപ്പം മാംസാഹാരം, അതിലാണെങ്കിലും ഭയങ്കര കൊഴുപ്പ്. മനസ്സിലായോ? മറ്റേത് വായുവിനെ വർദ്ധിക്കണം, ഇത് കഫത്തിനെ വർദ്ധിപ്പിക്കണം. ഇത് രണ്ടും പിത്തത്തിനെ നശിപ്പിക്കുന്ന സംഗതികളാണ്. അഗ്നിമാന്ദ്യം ഉണ്ടാക്കും, അഗ്നിനെ ഇല്ലാതാക്കും, ദഹനശക്തി തീർത്തും കുറയ്ക്കും, പ്രത്യേകിച്ച് കൊഴുപ്പും അതുപോലെ ഈ വായു വർദ്ധിക്കുന്ന സംഗതികളും. ഇത് രണ്ടും ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആകെ കൊളായി. അതാണ് അതിന്റെ സംഗതി. ഇപ്പൊ പലരും അനുഭവിക്കുന്നുണ്ടാവും, എനിക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാന്ന് വെച്ചേ. ഓക്കെ, അപ്പൊ ഈ കൊഴുപ്പ് കഴിക്കുമ്പോൾ എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ ഈ അഗ്നിമാന്ദ്യം. അപ്പൊ അതിനെ നമ്മൾ ദഹിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേരം ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒരു ഡിന്നറോ ഒരു ബ്രേക്ക്ഫാസ്റ്റോ അങ്ങോട്ട് സ്കിപ്പ് ചെയ്തോ അങ്ങോട്ട് കഴിക്കേണ്ടതെന്ന് വെക്കുക. അതാണ് അതിന് ഏറ്റവും ഉചിതമായ മാർഗം. അപ്പൊ നമ്മൾ ഈ ഓൾറെഡി ഓവർ ഈറ്റിംഗ് ആയിട്ട് അമിതമായിട്ട് ഭക്ഷിച്ചിട്ട് വയറ്റിൽ കിടക്കണമൊക്കെ ദഹിക്കാൻ ഇച്ചിരി സമയം കിട്ടും. പിന്നെ ഇച്ചിരി നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേൽക്കുക. ഓക്കെ, പകൽ ഉറങ്ങാതിരിക്കുക. പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഈ പായസം കുടിച്ച് കഴിയുമ്പോൾ ശരിയാണ് ഉറക്കം വരും. ഒത്തിരി ഭക്ഷിച്ച് കഴിയുമ്പോൾ ഉറക്കം വരും.
ഉറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഈ അഗ്നിമാന്ദ്യം ഉണ്ടാവും, ദഹനശക്തി പിന്നെയും കുറയും. പകൽ ഉറങ്ങരുത്, രാത്രി ഉറങ്ങണം, നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക. അപ്പോൾ ആ ദഹനം ഒന്ന് ദഹിക്കാനായിട്ട് സഹായിക്കും, മനസ്സിലായോ? അപ്പോൾ ചോദന ശരിയാവാനായിട്ട് സഹായിക്കും, മനസ്സിലായോ? ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യുക, ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിന്നർ സ്കിപ്പ് ചെയ്യുക, അത് ആദ്യം ചെയ്യേണ്ട കാര്യം. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് വയറ് വീർത്ത് നിൽക്കുക, ദഹനശക്തി ഇല്ലാതെ ബ്ലോട്ടിങ്, കീഴ്വായുമായിട്ടും പോടില്ല, എമ്പക്കായിട്ടും പോടില്ല, അങ്ങനത്തെ അവസ്ഥയാണ് നിൽക്കുക. അപ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ ഇഞ്ചിനീര്, അതിലേക്ക് ഒരു 2 നുള്ള് കായത്തിൻ്റെ പൊടി, അല്പം ശർക്കര അല്ലെങ്കിൽ 1-2 തുള്ളി തേന്, ഇത്രയും ചേർത്തിട്ട്, പ്രമേഹമുള്ളവരാണെങ്കിൽ അധികം വേണ്ട എന്നർത്ഥം. ഓക്കെ, അത് നന്നായിട്ട് ചാലിച്ചിട്ട് 3 നേരവും ഭക്ഷണത്തിന് മുമ്പ് 1-2 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ഇത് ശരിയായി കിട്ടും, ചെറിയ തോതിലൊക്കെ ഉള്ളെങ്കിൽ. ഓക്കെ, അതൊന്ന് പ്രയോഗിക്കാം. പിന്നെ ഏമ്പക്കാണ് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് വെളുത്തുള്ളി ചുട്ടെടുക്കുക. അതൊരു കത്തിയിൽ ഇങ്ങനെ കുത്തിയിട്ട് ഗ്യാസ് ഫ്ലെയിമിൽ കാട്ടിയിട്ട് അത് ചുട്ടെടുത്ത് കഴിഞ്ഞിട്ട് അതൊരു 5-6 അല്ലി കഴിക്കാം, മനസ്സിലായോ? ഒരു പ്രാവശ്യം. പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു 5-6 അല്ലി ചുട്ടെടുത്ത് കഴിക്കുക, മനസ്സിലായി? ചുട്ട വെളുത്തുള്ളി കഴിക്കാം. അത് ഏമ്പക്കത്തിനാണല്ലോ. ബ്ലോട്ട് ചെയ്ത് വീർത്തിങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഇഞ്ചിനീര്, അതിൽ കായത്തിൻ്റെ പൊടി, തേനും ചേർത്ത് കഴിക്കുക. ഏമ്പക്കാണെങ്കിൽ വെളുത്തുള്ളി ചുട്ട് കഴിക്കുക. ഓക്കെ, ഇനി കീഴ്വായു അല്ലാണ്ട് പോവുക, ഫ്ലാറ്റുലൻസ്, അതും ദഹനക്കേട് കൊണ്ട് തന്നെയാണ്. അപ്പം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ തള്ളവിരലിൻ്റെ വലുപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചി, അത് തുല്യ തൂക്കം ശർക്കരയും ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക. അത് 3 നേരവും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അതങ്ങോട്ട് കഴിച്ചോ. ഒരു 10 ഗ്രാം ഇഞ്ചിയും ശർക്കരയും തുല്യ തൂക്കം എടുക്കുക, നന്നായിട്ട് അരയ്ക്കുക. അതങ്ങനെ ഒരു 1-1.5 ടീസ്പൂൺ ഉണ്ടാവും. അതങ്ങോട്ട് കഴിക്കുക 3 നേരം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്. ഇത് കഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാം. ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ വീണ്ടും ഇതൊക്കെ വലിച്ചു വാരി തിന്നരുത് കേട്ടോ. അതായത് ലഘു ഭക്ഷണമാക്കുക. കഞ്ഞിയാണ് ഉചിതം. അപ്പോൾ എളുപ്പം ദഹിക്കും. ഇനി അതല്ലെങ്കിൽ വല്ല വെള്ളയപ്പോ, നൂലപ്പോ, ഇടിയപ്പോ, ഇഡ്ഡലി ഒക്കെ 1-2 മതി വിശപ്പ് നിർത്താൻ. മുൻ ദിവസങ്ങളിൽ കഴിച്ചത് ഇതുവരെ ദഹിച്ചിട്ടില്ല, അപ്പോൾ അതിൻ്റെ പുറകെ വീണ്ടും വീണ്ടും വലിച്ചു കയറ്റല്ലേ പ്ലീസ്. അപ്പോൾ ലഘുവായിട്ടുള്ള ഭക്ഷണം, ലൈറ്റായിട്ട്, ആ വിശപ്പൊന്ന് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളത് മാത്രം കഴിക്കുക. ഓക്കെ, അപ്പോൾ ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ ശരിയായി വരുന്നേ, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഇഞ്ചിയും ശർക്കരയും ചേർത്തരച്ച് കഴിച്ചാൽ കീഴ്വായു വല്ലോണം പോകുന്നുണ്ടെങ്കിൽ അത് നിൽക്കും. പിന്നെ അതുപോലെ ഗ്യാസ് ഒന്ന് വീർത്ത് നിൽക്കുകയാണെങ്കിൽ ഇഞ്ചിനീര്, കായത്തിൻ്റെ പൊടി, ശർക്കര അല്ലെങ്കിൽ തേന് ചേർത്തിട്ട് കഴിക്കാം. ഏമ്പക്കാണെങ്കിൽ വെളുത്തുള്ളി ചുട്ടത്. വീണ്ടും പറയണ ഒന്നും കൂടെ ഓർത്തോട്ടെ വെച്ചിട്ടാണ്, ഒന്നും മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ 3 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് ഇതിനൊരു ആശ്വാസം കിട്ടും. പിന്നെ ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും കൂടെ പറയാം. അതായത് ഈ ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, അതുപോലെ ലൈറ്റായിട്ട് പൊടിയിരിക്കഞ്ഞോ എന്തെങ്കിലും കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഇഡ്ഡലിയോ ഒക്കെ 1-2 കഴിക്കുക, അത് മതി. അതുപോലെ ഡിന്നർ വേണമെങ്കിൽ ഫ്രൂട്ട്സ് മാത്രം ആക്കിക്കോ. ഫ്രൂട്ട്സ് അങ്ങോട്ട് കഴിക്കുക ഒരു ദിവസം. ഇനി അത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ലഞ്ച് കഴിക്കണം എന്തെങ്കിലും കേട്ടോ, കുറച്ച് ചോറ് കഴിക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ലഞ്ച് കഴിക്കുമ്പോൾ രസം നല്ലതാണ്. ലൂസ് മോഷൻ ഉണ്ടെങ്കിൽ മാത്രം രസം കഴിക്കണ്ട കേട്ടോ. ലൂസ് മോഷനുള്ള വഴി പറയാം. അപ്പോൾ ലൂസ് മോഷൻ ഉണ്ടെങ്കിൽ മാത്രം രസം കഴിക്കേണ്ട, രസം കൂട്ടി കഴിക്കുക. അതുപോലെ സംഭാരം, മോരിങ്ങനെ നന്നായിട്ട് വെള്ളം ചേർത്ത് അതിൽ ഇഞ്ചിയും കറിവേപ്പിലയും ചുവന്നുള്ളിയും വേപ്പിലയും കൂടി ചതച്ചിട്ടിട്ട് സംഭാരം ഉണ്ടാക്കുക. അത് ധാരാളം കുടിക്കുക. അതുപോലെ രസം കൂട്ടി ഊണ് കഴിക്കുക. രാത്രിയൊക്കെ ആകുമ്പോൾ കാച്ചിയ മോരാവും നല്ലത്, പച്ചമോര് വേണ്ട, കാച്ചിയ മോര് ചേർത്ത് കഴിക്കുക. ഇങ്ങനെ ഒരു 1-2 ദിവസം കൊണ്ട് ശീലിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ലൂസ് മോഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാച്ചിയ മോരിൻ്റെ അളവ് കൂട്ടുക. കാച്ചിയ മോര് തന്നെ കഴിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, ഇച്ചിരി ചോറിൽ കാച്ചിയ മോര് മാത്രം മതി. മോര് കാച്ചറിയില്ലേ, അതായത് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പില ഇട്ടിട്ട് മോര് കാച്ചിയെടുക്കും. ആ തൈരിൽ നേരെ വെള്ളം ഒഴിച്ച് കാച്ചരുത്. ആ തൈര് കടഞ്ഞ് വെണ്ണ മാറ്റിയ മോരാക്കിയിട്ട്, കട്ടത്തൈരിൽ വെള്ളം ഒഴിച്ചാൽ അപകട. കട്ടത്തൈര് വെള്ളം ഒഴിച്ച് ചൂടാക്കി കഴിഞ്ഞാൽ അത് വിഷമാണ്, അത് ചെയ്യരുത്. കട്ടത്തൈര് കടഞ്ഞ് വെണ്ണ മാറ്റി മോരാക്കിയിട്ട് അതിൽ ധാരാളം വെള്ളം ചേർക്കുക. വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾ, കറിവേപ്പില ഇതൊക്കെ ചേർത്ത് കാച്ചിയ മോര് ധാരാളം കഴിക്കാം ലൂസ് മോഷൻ ഉണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ ദഹനക്കേടാണ്, ദഹനക്കുറവാണ്, ഗ്യാസാണ് കൂടുതലെങ്കിൽ രസവും സംഭാരമാണ് കൂടുതൽ കഴിക്കേണ്ടത്. ലഘുഭക്ഷണമൊക്കെ ലൈറ്റാക്കുക, ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ പകുതി ആശ്വാസം കിട്ടും. 1-2 ദിവസം കൊണ്ട് ശരിയാവും. ഇനി ശരിയായില്ല എന്ന് വെച്ചോ, ഇത് ശരിയാവില്ല എന്നൊക്കെയാ. ഓക്കെ, അപ്പൊ അങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ ഗ്യാസ് ട്രബിൾ ഉണ്ട്, ഇങ്ങനെ വയറ് വീർത്ത് വരുന്നു, അതിങ്ങനെ ബ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്, ഭയങ്കര ഏമ്പക്കം, ഭയങ്കര കീഴ്ശ്വാസം, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല, അങ്ങനെ ഭയങ്കര സ്തംഭനം, വിശപ്പും ഇല്ലാണ്ടാവണം. ഈ പറഞ്ഞ പൊടിക്കൈയൊക്കെ 1-2 ദിവസം പ്രയോഗിച്ച് നോക്കി, എന്നിട്ടും ശരിയാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് പ്രയോഗിച്ച് നോക്കാനായിട്ട് ചില ആയുർവേദ മരുന്നുകൾ പറയാം, വഴിയെ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോ, മറക്കണ്ട. എല്ലാം കണ്ടു കഴിയുമ്പോൾ ഷെയർ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെ. നിങ്ങളെപ്പോലെ പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന പലരും ഉണ്ടാവും, ഇത്തവണ പ്രത്യേകിച്ചും ഈ വിഷു ഈസ്റ്റർ അടുപ്പിച്ച് വന്നോണ്ടായി പ്രശ്നമായി, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനായിട്ട് ഈ ഗ്യാസിന്റെ പ്രശ്നം കൊള്ളുന്നുണ്ടെങ്കിൽ 1 ഔൺസ് കൂട്ടജാരിഷ്ടം, മനസ്സിലായി? 1 ഔൺസ് കൂട്ടജാരിഷ്ടം, അതിൽ 1 ഔൺസ് ജീരകാരിഷ്ടം, രണ്ടും സമമായിട്ട് എടുക്കുക. 25 മില്ലി കൂട്ടജാരിഷ്ടം, 25 ml ജീരകാരിഷ്ടവും, അതിലേക്ക് 2 ധന്വന്തരം ഗുളിക ഇത് ചേർത്തിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് ഭക്ഷണം കഴിച്ചതിൻ്റെ മീതെ കഴിക്കുക.
രാവിലെ ഭക്ഷണ ശേഷം രാത്രി ഭക്ഷണ ശേഷം അങ്ങോട്ട് കഴിച്ചോ, ഉച്ചയ്ക്ക് വേണമെന്നില്ല. അങ്ങനെ 2 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് കുറയുന്നതിന് സഹായിക്കും. കണ്ടീഷൻ സപ്ലൈ എന്താണെന്നറിയോ? പ്രമേഹം ഉണ്ടെങ്കിലും കഴിക്കേണ്ട, അസിഡിറ്റി നെഞ്ചിരിച്ചിലും പുളിച്ചേരിലുണ്ടെങ്കിലും ഈ അരിഷ്ടപ്രയോഗം വേണ്ട, അത് ബുദ്ധിമുട്ടാകും. എന്താ വെച്ചാൽ അരിഷ്ടത്തിൽ ധാരാളം ശർക്കര അടങ്ങിയിട്ട് മധുരം അടങ്ങിയിട്ട് ഷുഗർ കൂട്ടും ഉറപ്പാ. അതുപോലെ അസിഡിറ്റി നെഞ്ചിരിച്ചിലും പുളിച്ചേരിലുണ്ടെങ്കിൽ അതും കൂടും. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും ഇല്ല വെച്ചാൽ ഈ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുടജാരിഷ്ടവും ജീരകാരിഷ്ടവും ദൈനംദിന ഗുളിക ചേർത്ത് 1-2 ഡോസ് കഴിക്കുക 2 ദിവസം. ഓക്കെ. ഇനി അതല്ല, ലൂസ് മോഷൻ ആക്കുക. ലൂസ് മോഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കുടജാരിഷ്ടവും സമം മുസ്താരിഷ്ടം കൂടി 1 ഔൺസ് കുടജാരിഷ്ടം 1 ഔൺസ് മുസ്താരിഷ്ടം അതിലൊരു വില്ലുവാതി ഗുളിക ചേർക്കുക ലൂസ് മോഷൻ ആണെങ്കിൽ. അത് ഭക്ഷണം കഴിഞ്ഞിട്ട് അരിഷ്ടപ്രയോഗം പറ്റുള്ളൂ കേട്ടോ. അതൊരു 1-2 ദിവസം രാവിലെയും രാത്രിയും ഭക്ഷണം കഴിച്ചാൽ. ഇനി കൂടുതലുണ്ട് വെച്ചാൽ 3 നേരം ഭക്ഷണം കഴിഞ്ഞിട്ട് കഴിക്കാം. ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ മീതെ കുടജാരിഷ്ടം മുസ്താരിഷ്ടം സമം ചേർത്ത് 2 ഔൺസ് അതിൽ ഒരു വില്ലുവാതി ഗുളിക ചേർത്ത് 3 നേരം ഭക്ഷണ ശേഷം കഴിക്കുക കൂടുതലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 നേരം മതി. ഓക്കെ. അങ്ങനെ 1-2 ദിവസം നോക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ തീരും. ലൂസ് മോഷൻ അവിടെ നിൽക്കും, ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ തീരും. ഓക്കെ. ഈ നെഞ്ചരിച്ചിലും പുളിച്ചേരട്ടിലുമാണ് കൂടുതലെങ്കിൽ ഇത് വേണ്ട, നിങ്ങൾ കാച്ചിയും ഒരു ധാരാളം കഴിക്കുക. അപ്പോൾ അത് സെറ്റിൽ ചെയ്യുന്നതിന് സഹായിക്കും. ഇനി ഇതൊന്നും ശരിയായില്ലെങ്കിൽ 1-2 ദിവസം കാത്തിട്ട് ശരിയാവണില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ആവശ്യമാണ്. അതിനുള്ള വഴി എത്രയും പെട്ടെന്ന് സ്വീകരിക്കുക, അതാണ് ചെയ്യേണ്ടത്. തൽക്കാലം ഇത് ചെയ്തിട്ടും ശരിയാവണില്ലെങ്കിൽ ചെയ്യാം. കൂടെ ഇത്തരം പ്രശ്നം ചെറുതായിട്ട് ഭക്ഷണത്തിൽ വ്യത്യാസം വരുമ്പോഴേക്കും ഇത്തരം പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്, കൂടെ വരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഭക്ഷണം തെറ്റി അല്ലെങ്കിൽ ഭക്ഷണം ഒന്ന് മാറി അപ്പോഴേക്കും നിങ്ങളുടെ സ്റ്റൊമക്ക് ഇങ്ങനെ ഭയങ്കര സെൻസിറ്റീവാണ്, ഇത്തരം പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് കുറെ കാലം സ്ഥിരമായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നീട് പല പ്രശ്നങ്ങളായിട്ട് മാറാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സ്ഥിരമായിട്ട് പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഈ മേൽപ്പറഞ്ഞ വിദ്യകൾ പ്രയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഈ ഇപ്പം ഉണ്ടായിട്ടുള്ള ദഹനക്കേട് മാറണില്ലെങ്കിലും ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഓക്കെ. അതായിരിക്കും കൂടുതലും നല്ലത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരപ്രകൃതി നിങ്ങളുടെ രോഗാവസ്ഥ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടതായ ഔഷധങ്ങൾ നിശ്ചയിക്കുന്നതിന് സഹായിക്കും. ഓക്കെ. അപ്പോൾ ഇതൊക്കെ തൽക്കാലമായിട്ട് പ്രയോഗിച്ച് നോക്കൊണ്ട് വിരോധമില്ല. ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിൽ അതായിക്കോട്ടെ. ഇനി ചിലർക്ക് ഇതിനോടനുബന്ധിച്ച് വേറൊരു പരിപാടിയും കൂടി ഉണ്ട്. അല്പം സേവിക്കും അല്ലേ, ഇതൊക്കെ ദഹനം ഉണ്ടാവാനായിട്ടുള്ള വിദ്യ ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞ കുറച്ച് പേരുണ്ട്, എനിക്കറിയാം. അത് അമിതമായാലും പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഇത് വേണ്ട കേട്ടോ, നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അതങ്ങനെ സംഭവിച്ചു പോയെങ്കിൽ പിറ്റേ ദിവസം ഒരു ഇളനീര് കഴിക്കുക, അതുപോലെ മോര് ധാരാളം കഴിക്കുക. ഓക്കെ. വെള്ളം ഷവർ തുറന്നിട്ടിട്ട് നേരെ നമ്മുടെ തലയുടെ പുറകിലേക്ക് വെള്ളം ഇങ്ങനെ ചീറ്റിക്കുക പിറ്റേ ദിവസം കുളിക്കുമ്പോൾ. ഓക്കെ. ഒരു 2-3 മിനിറ്റ് നേരം ഓക്സിപിറ്റൽ ലോബിൽ തലവെട്ടിയുടെ പുറകിലേക്ക് വെള്ളം ഇങ്ങനെ ശക്തിയായിട്ട് വീഴിക്കുക, ഷവറിന്റെ ചുവട്ടിൽ നിൽക്കുക. അപ്പോൾ അതുകൊണ്ടുണ്ടാവണ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് കുറയുന്നതിന് സഹായിക്കും. ഇതാണല്ലോ ഈ ഫെസ്റ്റിവൽ സമയത്ത് കേരളത്തിലെ മലയാളിയുടെ ഒരു ശീലങ്ങൾ ഇതൊക്കെയാണല്ലോ. നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, പിന്നെ ഇച്ചിരി ദുശീലങ്ങളും. അപ്പോൾ അതിനൊക്കെയുള്ള ചില പൊടിക്കൈകളാണ് ഇവിടെ പറഞ്ഞത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് താഴെയുള്ള റെഡ് ബട്ടൺ പ്രസ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിടുക. അപ്പോൾ എല്ലാ ദിവസവും രാത്രി മിക്കവാറും ദിവസങ്ങൾ, ചില ദിവസങ്ങളിൽ മുടങ്ങിയിട്ട് ക്ഷമിക്കുക, അത് ചില ബുദ്ധിമുട്ടുകൾ കാരണമായിരുന്നു. മറ്റെല്ലാ ദിവസങ്ങളിലും ഓരോ വീഡിയോ ഉണ്ടാവും, അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. മുഴുവനായിട്ട് കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അറിഞ്ഞു, ഒരുപാട് സന്തോഷം. ഒരുപാട് പേരുടെ ആശംസകൾ കിട്ടി, ഒരുപാട് നന്ദി പറയുന്നു. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഒരു ഈസ്റ്റർ ആശംസകൾ ഒരിക്കൽ കൂടി നേരെയാണ്. വിഷു കഴിഞ്ഞു, ഈസ്റ്റർ വന്നു, ഇത് രണ്ടും അടുത്ത് വന്നുകൊണ്ടാണ് ഈ വർഷം പ്രശ്നം ഉണ്ടായി. ചെറിയൊരു ഗ്യാപ്പാവായിരുന്നു അല്ലേ? നിർത്താം. ഓക്കെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ശരി. ഞാൻ ഡോക്ടർ സേവിയർ. മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം രാത്രി 9 മണിക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ആദ്യം ആയുർവേദം.